പിന്നെ ഒരാൾക്ക് ഫ്രോക്ക് പോലെ തയ്ച്ചു കൊടുത്തായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ ഈ പഠിക്കുന്ന ടൈമിൽ ഇത് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇവിടെ പഠിക്കുന്ന ടൈമിൽ ചെറുതായിട്ട്. അപ്പൊ ആദ്യമായിട്ട് ഡ്രസ്സ് തയ്ക്കുന്ന ചേട്ടന്റെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയാണ്. എനിക്ക് വയ്യ, അതോടുകൂടി കയറ്റമാണ് ഇറക്കമാണെന്നും കൂടെ ഒന്ന് പറയൂ. ഒന്നും കൂടെ പറഞ്ഞോ, കയറ്റായിരുന്നു. ഓക്കെ, അല്ല അത് നല്ല രസമായിരുന്നു കേട്ടോ, ചട്ടയും മുണ്ടും. പക്ഷേ അത് വലിയൊരു ചതിയായിരുന്നു. കാരണം ഞങ്ങൾ ഈ മുണ്ടും ഷർട്ടും ചട്ടയും മുണ്ടും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ മറ്റേ ടൊറന്റോയിൽ നല്ല വിന്ററിൽ കൂടെ നടക്കുമ്പോൾ ക്യാമറമാൻ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ ഡയറക്ടർ ഈ പറയുന്ന പോലെ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തണുത്തിട്ട് നിൽക്കാൻ വയ്യ. എങ്കിലും രസമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അത് കഴിഞ്ഞപ്പോൾ അന്ന പിന്നെ ഡ്രസ്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാന്നും കൂടെ ഞങ്ങൾക്ക് തോന്നി. കാരണം അതൊരു മാസ്ക് അല്ലായിരുന്നു. അപ്പം അതിന്റെ ഫോട്ടോ വരുമ്പോഴത്തേനും അന്നാ പിന്നെ പേജൊക്കെ കുറച്ച് സെറ്റപ്പ് ആക്കാന്നൊക്കെ ഓർത്ത് ഞങ്ങൾ കുറച്ച് ഡ്രസ്സിന്റെ ഫോട്ടോ ഒക്കെ ഇടുന്നു. അപ്പം ഒരു എന്താ പറയാ, ഇതിന് ഉയർച്ചയ്ക്ക് ഞങ്ങളുടെ ഒരു ചെറിയ കൈയും കൂടി ഉണ്ടല്ലേ, അത് ഭയങ്കര സന്തോഷം കേട്ടല്ലേ, ഒരുപാട് സന്തോഷം. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം ഏതെങ്കിലും കുട്ടികൾ നാട്ടിൽ നിന്ന് ടൈലറിങ് ഒക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അന്നെ പോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പം അവരോട് എന്നാ പറയാനുള്ളത്? എനിക്കെന്നെ പറയാനുള്ള നല്ലതാണ്. നമുക്കൊരു വേറൊരു കാര്യം കൂടെ അറിയാവുന്ന നല്ലൊരു കാര്യമാണല്ലോ ഇൻകം ഉണ്ടാക്കുമെങ്കിൽ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷനായിട്ടൊരു കാര്യമുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, കല്യാണം കഴിയുമ്പോൾ എടി എന്റെ ബട്ടൺസ് ഒന്ന് പോയി തയ്ച്ചു തരുമോ? അതെ, ഇവിടെയൊക്കെ ഓൾട്ടർ ചെയ്യാൻ തന്നെ ഭയങ്കര പൈസ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാലോ. അതെ. അപ്പം മിന്നൽ മുരളി ഉണ്ടോ? കണ്ടു. മിന്നൽ മുരളിയില് ആ ഒരു പോഷൻ വന്ന സമയത്ത് എന്തായിരുന്നു തോന്നിയത്? എവിടെയോ എണ്ണിക്കിട്ട് കൊട്ടിയതാണെന്നാണ് തോന്നിയത്. കാരണം മിന്നൽ മുരളി കണ്ട സമയത്ത് ആ ഡയലോഗ് വന്നപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം ഓർത്തത് ചൈനീസ് ത്രെഡ്സുകാരാണ്. അല്ല, അത് രസമാണ്. അത് പറഞ്ഞത് നല്ല ഫണ്ണി ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈവൻ അത് ചേച്ചിയുടെ ഒരു മൈൻഡായിരുന്നു ഇങ്ങനെ. ഈവൻ ആ ചേച്ചി കാണിച്ചൊരു വലിയ ബ്രില്യൻസ് ആണ്. കാരണം നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട്, കാരണം എനിക്ക് ടൈല് ഇവിടെ ഈ സ്റ്റിച്ചിങ്ങിനൊക്കെ ഒന്നാമത് നല്ല പൈസ ആവുന്നുണ്ട്, പിന്നെ കിട്ടാനില്ല ആൾക്കാരെ. അപ്പം ഒരു കണക്കിന് നല്ലതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരിക്കലും എന്താ പറയാ, മുന്നോട്ട് തന്നെ പോവാ. ഇപ്പം നാളെ വലിയൊരു എന്താ പറയുക, വലിയൊരു കമ്പനിയൊക്കെ ആയിട്ട് മാറുവാണെങ്കിൽ, ഇപ്പം ഞങ്ങളെ പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു വലിയ കമ്പനിയൊക്കെ വരെയായിട്ട് വരുവാണെങ്കിൽ ശരിയല്ലേ, നമുക്ക് കാശ് കടം ചോദിക്കുകയും ചെയ്യാമല്ലോ. അപ്പം പിന്നെ അതുപോലെ തന്നെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പഠിത്തം കഴിഞ്ഞു. എനിക്കിനി പഠിക്കാനാണ്. അപ്പൊ ഞാൻ PR ഒക്കെ കിട്ടിയിട്ട് പഠിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പം PSW എടുക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? SSW ആയിരുന്നു. ഓക്കെ, PSW തന്നെ മറ്റൊന്നാണ് SSW അല്ലേ? അപ്പം ഈ PSW SSW തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം? PSW എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സപ്പോർട്ട്. അവര് എന്താ പറയാ, ഇൻ പേഴ്സൺ സപ്പോർട്ട് ആയിരിക്കും കൊടുക്കുന്നത്. മറ്റേ SSW എന്ന് പറയുന്ന കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി വർക്ക് ഓഫീസർ, അങ്ങനത്തെ കുറച്ചുകൂടെ. ഓക്കെ, ഈ SSWക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കിട്ടാൻ കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഇത് നല്ല പാടാ. അപ്പൊ അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ഓക്കെ, അപ്പം അതിന് എക്സ്പീരിയൻസ് കിട്ടുന്നവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറുതായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് സാലറിയും കുറവായിരിക്കും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസുകളും. ഇനി ഓൾമോസ്റ്റ് PR സമയം ഏകദേശം ആയോ? ഇനി 1 year? അല്ല, ഇനി കുറച്ചുകൂടെ കഴിയണം. അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? അത് ചോദിക്കാൻ മറന്നുപോയി. വീട്ടില് അച്ഛൻ, അമ്മ, 2 ചേച്ചിമാര്. ഓ, അപ്പൊ ഏറ്റവും ഇളയതാണ്. ഞാൻ ഏറ്റവും ഇളയത്. നാട്ടിൽ തന്നെയാണ്. അപ്പൊ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ തന്നെയാണ് തയ്ക്കാറ്? മീൻസ് അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ നാട്ടിലുണ്ടായിരുന്ന ആ സമയത്ത് കുറച്ച് തയ്ച്ചു. ആദ്യമായിട്ട് അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇവർക്കൊക്കെ തയ്ച്ചു കൊടുത്ത് എന്താന്ന് പറയണ്ട? ഐ മീൻ, ഈ അമ്മയ്ക്ക് തയ്ച്ചു കൊടുത്തപ്പോൾ അമ്മ എന്തായാലും അമ്മയുടെ എക്സ്പ്രഷൻ, അതായത് സ്വന്തം മോളൊരു ഡ്രസ്സ് തയ്ച്ചു തരുമ്പോ ഒരു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അമ്മയുടെ ചേച്ചിമാര്, കാരണം അമ്മയുടെ ചേച്ചിമാരൊക്കെ തയ്ക്കുവേ, അമ്മ മാത്രം അങ്ങനെ തയ്ക്കാത്തുള്ളൂ. അപ്പൊ അമ്മയുടെ ചേച്ചിമാരോടൊക്കെ പറയാൻ നമുക്ക് സന്തോഷമായിരുന്നു. ആണ്. ചേച്ചിമാരൊക്കെ എന്ത് പറയുന്നു ഇങ്ങനെ തയ്ക്കുന്നത്? ചേച്ചിമാരിങ്ങനെ ഈ പറഞ്ഞ പോലെ ചേച്ചിമാരാണ് ഏറ്റവും സപ്പോർട്ട്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും എന്റെ ചേച്ചി എല്ലാത്തിനും എന്നെ കൊണ്ടുപോകുന്നു. ഞാനിപ്പോ തയ്ക്കാൻ താമസിച്ചാലും എന്നെ ഹെൽപ്പൊക്കെ ചെയ്യും. ആണ്. അപ്പം ചേച്ചിയാണ് ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുക